ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഹുണ്ടായി സാൻട്രോ കേട്ടോ. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ആയിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് റൈസ് ചെയ്ത് നിൽക്കുക. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ IAC വാൽവാണ്. ഈ പെട്രോളിലേക്ക് വരുന്നതിൽ IAC വാൽവാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ IAC വാൽവ് അയക്കണമെന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ അസംബ്ലി അഴിക്കണം കേട്ടോ. എയർ ഫിൽറ്ററിൻ്റെ അസംബ്ലിൻ്റെ ബാക്കിലൊരു ഹോസ് ഉണ്ടായിരിക്കും. ഈ ഹോസ് മാനിഫോൾഡിലേക്ക് അഴിക്കും. ആ ഹോസ് അഴിക്കുക. പിന്നെ ഒരു 3 ബോൾട്ട് ഉണ്ടായിരിക്കും. ആ 3 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ അസംബ്ലി അഴിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ അത് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ IAC വാൽവ് ആദ്യം അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ IAC വാൽവ്. അപ്പോൾ 2 അല്ലെങ്കിൽ ബോൾട്ട് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് IAC വാൽവ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ സാൻട്രോക്ക് മെയിനായിട്ട് വരുന്ന കംപ്ലയിൻ്റാണ് ഈ ഒന്നെങ്കിൽ മെയിനായിട്ട് വരുന്ന കംപ്ലയിൻറ്റ് IAC വാൽവ് സ്റ്റക്ക് ആവുക. അപ്പോൾ ഈ സാൻട്രോക്ക് വരുന്നത് ഈ IAC വാൽവ് ഉണ്ട് ഇവിടെ പൊട്ടാറുണ്ട്. അത് സാൻട്രോക്ക് വരുന്ന മെയിൻ ഒരു കംപ്ലയിൻ്റാണ്. ഒരു കൂടുതലായിട്ട് പൊട്ടി വരാറുണ്ട്. ഇതുണ്ടോ മോട്ടറിൻ്റെ ഭാഗത്ത്. ഇതിൽ മോട്ടർ സ്റ്റക്കായി കഴിഞ്ഞാലും റേസിംഗ് ആയി നിൽക്കും. ഇത് ഈ പൊട്ടിയ ഭാഗത്ത് കൂടെ എയർ കയറിയിട്ടാണ് അത് റേസിംഗ് ആയി നിൽക്കുന്നത് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് കഴിഞ്ഞാൽ നല്ല RPM കയറി നിൽക്കുക. അതാണ് കംപ്ലയിൻറ്റ്. അപ്പം പുതിയ IAC വാൽവ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ IAC വാൽവിൻ്റെ റേറ്റ് പറഞ്ഞാൽ 14,000 രൂപ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഒറിജിനൽ അല്ല മേടിച്ചിട്ടുണ്ട്, വേറെ മേടിച്ചിട്ടുള്ളത്. അതിന് ഏകദേശം ഒരു 1,400 രൂപ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയ IAC വാൽവ്. അപ്പോൾ ഇത് ഇനി ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ. അപ്പോൾ ഇത് നേരെ ഞാൻ തിരിച്ച് ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ കൂടെ പാക്കിംഗ് ഉണ്ടായിരിക്കും. ഈ പാക്കിങ്ങും പുതിയ പാക്കിങ്ങും വെച്ചിട്ട് IAC വാൽവ് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ 2 അല്ലെങ്കിൽ ബോൾട്ട് ഉണ്ടായിരിക്കും. അത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോൾട്ട് 2 ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പെട്രോൾ വണ്ടിയിൽ റേസിങ് വന്നു കഴിഞ്ഞാൽ RPM കയറി വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ IAC വാൽവ് സ്റ്റക്കായിട്ടുണ്ടാക്കും. അതിനകത്തേക്ക് ഓവറായിട്ട് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മോട്ടറിൻ്റെ ഭാഗത്ത് സ്റ്റക്കായി നിൽക്കും. സാൻട്രോക്ക് വരുന്നത് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് അതാണ്. പിന്നെ സാൻട്രോക്ക് കൂടുതൽ കാലപ്പഴക്കം വന്നു കഴിഞ്ഞാൽ ഈ ഒരു IAC വാൽവിൻ്റെ അവിടെ പൊട്ടാറുണ്ട്. അത് സാൻട്രോക്ക് വരുന്നൊരു മെയിൻ കംപ്ലയിൻ്റാണ്. അപ്പോൾ നമ്മൾ 2 ബോൾട്ടും ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരെ തിരിച്ച് ഫിറ്റ് ചെയ്താൽ കേട്ടോ. അതിന് ഒരു കപ്ലർ ഉണ്ടായിരിക്കും. ആ കപ്ലർ കൊടുത്തിട്ട് അത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, 2 ബോൾട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കപ്ലർ, മോട്ടറിലേക്കുള്ള കപ്ലർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യണം. എയർ ഫിൽറ്റർ നേരെ അവിടെ വെച്ചിട്ട് ബാക്കിലുള്ള പൈപ്പ് ഫിറ്റ് ചെയ്യണം. പിന്നെ മാനിഫോൾഡിലേക്ക് പോകുന്ന എല്ലാ പൈപ്പുകളും ഫിറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഒരു 3 ബോൾട്ട് ഉണ്ടായിരിക്കും, 10 ബോൾട്ട് ഉണ്ടായിരിക്കും. അതും ബോൾട്ടും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 14,000 രൂപയാണ് കേട്ടോ. IAC വാൽവിൻ്റെ ഒറിജിനൽ റേറ്റ് 14,000 രൂപ അടുത്ത് വരുന്നുണ്ട്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ വീണ്ടും കാണാം.